നിതിൻ രാജിന്റെ ഘാതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിനോടനുബന്ധിച്ച് ആലുവയിൽ പ്രതിഷേധ റാലി നടന്നു. പുലയർ മഹാസഭ ആലുവ താലൂക്ക് പ്രസിഡന്റ് കെ ബാബു സമരം ഉദ്ഘാടനം ചെയ്തു. നിതിൻ രാജിന്റെ ഘാതകർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിനോടനുബന്ധിച്ചുള്ള സമരപരിപാടികൾ നടന്നു. പുലയർ മഹാസഭ ആലുവ താലൂക്ക് പ്രസിഡന്റ് കെ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളിൽ നിന്ന് പല ആളുകളും വേർതിരിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഘടനയായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ റാലി അറിയിക്കേണ്ട നമ്മുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും നമ്മൾ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. തുടർന്ന് പ്രതിഷേധ റാലി നടന്നു. റാലിയുടെ സമാപന ചടങ്ങിൽ പുലയർ മഹാസഭ ആലുവ താലൂക്ക് രക്ഷാധികാരി കെ മോഹനൻ, സാമൂഹ്യ പ്രവർത്തകൻ കെ സുധാകരൻ, പുലയർ മഹാസഭ ആലുവ താലൂക്ക് സെക്രട്ടറി സി പ്രസാദ്, പുലയർ മഹാസഭ ആലുവ താലൂക്ക് മഹിളാ കമ്മിറ്റി പ്രസിഡന്റ് കവിത സതീശൻ എന്നിവർ സംസാരിച്ചു. നിതിൻ രാജിന്റെ കുടുംബത്തിലെ നീതി കിട്ടും വരെയുള്ള എല്ലാ പോരാട്ടങ്ങളിലും ദളിത് സംഘടനകളുടെ എല്ലാ പ്രവർത്തകരും അതിന്റെ അറ്റം വരെ പോകാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് മതം, രാഷ്ട്രീയം, സാമ്പത്തിക ഘടന ഇതൊന്നും നോക്കുന്നില്ല. നമ്മുടെ ഒരു കൊച്ചുമകൻ, അതായത് നിതിൻ രാജ് എന്ന് പറയുന്ന പയ്യൻ, 22 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യൻ കണ്ണൂര് അഞ്ചരക്കണ്ടിയിൽ പഠിക്കാൻ വേണ്ടി പോയതാണ്. സാധാരണ പഠിക്കാൻ വേണ്ടി പോയതല്ല, ഡോക്ടറാവാൻ വേണ്ടി പഠിക്കാൻ പോയതാ. ന്യൂസ് ബ്യൂറോ ആലുവ. ഉമ്മി വരാണ്ട് നെയ്ക്കിനോട് മിണ്ടില്ല. ശരിക്കും രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.